എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്ന മാത്സ് ടോപ്പിക്സിൻ്റെ ഓൾറെഡി നമ്മൾ 2 ക്ലാസ് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു 2 ക്ലാസ്സിൽ ഏകദേശം 10 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോസിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും കഴിഞ്ഞ 5 വർഷത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമുകളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു എക്സാമിന് അറ്റംപ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മളിത് സോൾവ് ചെയ്ത് പോകുന്നത്. കാര്യം നമ്മൾ ഓൾറെഡി ഈ ടൈപ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രാക്ടീസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ഒരു ടെൻറ്റേറ്റീവ് ഷെഡ്യൂളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ പ്രിപ്പറേഷൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഫ്രീ മോക്ക് ടെസ്റ്റ് പ്രോഗ്രാം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10ഓളം ഷെഡ്യൂൾ ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്ട് മോക്ക് ടെസ്റ്റുകളും അതിനുശേഷം ഒരു ഫുൾ ലെഗ് മോക്ക് ടെസ്റ്റുമാണ് നമ്മൾ ആ ഒരു ഫ്രീ മോക്ക് ടെസ്റ്റ് പ്രോഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ടെലിഗ്രാം ചാനൽ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോയുടെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് 5 men or 12 women can complete a particular task in 78 days. How long will it take for 5 men and 12 women working together to finish the same task? സോ ഇത് 2025 ഡിഗ്രി ലെവൽ പ്രിലിംസിന് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. സോ ഇവിടെ ഫസ്റ്റ് ലൈനിലായിട്ട് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് 5 men or 12 women can complete a particular task in 78 days. അപ്പോൾ ഒരു ദിവസം ഒരു മെന്നിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എമ്മും ഒരു ദിവസം ഒരു വുമൻ ചെയ്യുന്ന വർക്ക് ഡബ്ല്യു ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 5m × 78 ഈക്വൽ ടു 12w × 78 എന്ന് വരും. ഫസ്റ്റ് ലൈനിൽ അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. സോ ഓൾറെഡി 78 രണ്ടിടത്തും ഉള്ളതുകൊണ്ട് കട്ട് ചെയ്ത് പോകാം. സോ m/w എന്ന് പറയുന്നതിൻ്റെ വാല്യൂ വരുന്നത് 12/5 ആണ്. അതായത് പെർ ഡേ വർക്ക്, അതായത് എഫിഷ്യൻസി, ഈ മെന്നിൻ്റെയും വുമൻ്റെയും പെർ ഡേ എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 12/5 ആണ്. സോ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 5m × 78 ആയിട്ടും വരാം, 12w × 78 ആയിട്ടും വരാം. സോ ടോട്ടൽ വർക്ക് 5m × 78 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 5m × 78 ആണ്. സോ ഇവിടെ m/w റേഷ്യോ 12:5 വരുവാണെങ്കിൽ എമ്മിൻ്റെ പെർ ഡേ എഫിഷ്യൻസി അല്ലെങ്കിൽ എം ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 12 യൂണിറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ 5m × 78 എന്ന് പറയുന്ന ഇക്വേഷൻ നോക്കുവാണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ 12 ഇട്ട് നോക്കുവാണെങ്കിൽ ടോട്ടൽ വർക്ക് വരുന്നത് 5 × 12 × 78 ആണ് ടോട്ടൽ വർക്ക്. 78 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന മൊത്തത്തിലുള്ള വർക്ക് എന്ന് പറയുന്നത് 5 × 12 × 78 ആണ്. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ഫോർ 5 men and 12 women വർക്കിംഗ് ടുഗദർ ടു ഫിനിഷ് ദ സെയിം ടാസ്ക്. അപ്പോൾ ഒരു ദിവസം ഈ പറയുന്ന 5 മെന്നും 12 വുമനും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ 5m + 12w ആയിരിക്കും ഒരു ദിവസത്തെ അവരുടെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ എമ്മിൻ്റെ വാല്യൂ 12ഉം ഡബ്ല്യുവിൻ്റെ വാല്യൂ 5 ഇട്ട് നോക്കുവാണെങ്കിൽ 60 + 60, അതായത് 120 യൂണിറ്റ്സ് ആണ് അവർ രണ്ടുപേരും കൂടെ ഈ ഒരു നമ്പറിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പം ഒരു ദിവസം ചെയ്യുന്ന വർക്ക്. സോ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 5 × 12 × 78 ആണ്. അങ്ങനെ വരുമ്പോഴേക്കും ഇവർ ഒരു ദിവസത്തെ വർക്ക് 120 ആണെങ്കിൽ 5 മെന്നും 12 വുമനും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്ന് ചോദിക്കുവാണെങ്കിൽ ഉത്തരം എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ ആയിരിക്കും, 5 × 12 × 78/120 ആണ്. സോ 39 ഡേയ്സ് ആണ് അവർ ഒരുമിച്ച് വർക്ക് ചെയ്യും. അതായത് 12 വുമനും 5 മെന്നും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ 39 ഡേയ്സ് കൊണ്ടാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് 2024 പ്രിലിംസിൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. If A and B together can complete a work in 12 days, A and C can together complete a work in 8 days, and B and C can together complete a work in 6 days, then B alone can do the same work in how many days? So A and B ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് 12 ദിവസം കൊണ്ട് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. A and C ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് 8 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. B and C ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് 6 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുമ്പം ബി ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് ചോദ്യം. സോ ഈ ഒരു ടൈപ്പ് നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ചില പർട്ടിക്കുലർ ടൈപ്സ് വരുമ്പോഴേക്കും ഫോർമുല ഉപയോഗിക്കണം നമ്മൾ ഓൾറെഡി ഞാൻ ആ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. കാര്യം ലോജിക്കൽ മെത്തേഡ് ചില പർട്ടിക്കുലർ പ്രോബ്ലംസിൽ അത് ഉപയോഗിക്കുമ്പോൾ വളരെ ലെങ്തി ആയിട്ട് വരും. സോ ഇവിടെ A+B എടുക്കുന്ന സമയം X ആയിട്ട് കൺസിഡർ ചെയ്യുക, A+C എടുക്കുന്ന സമയം Y ആയിട്ട് കൺസിഡർ ചെയ്യുക, B+C എടുക്കുന്ന സമയം Z ആയിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെ വരുമ്പം A+B+C, അതായത് എയും ബിയും സിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പം അവരെടുക്കുന്ന സമയത്തിൻ്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത് 2HYZ by HY plus HZ plus YZ. ഇതാണ് A+B+C ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ കേസിലെടുക്കുന്ന സമയം. ഇവിടെ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂ നമുക്കറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോഴേക്കിന് 2 ×
12 into 8 by 12 into 8 plus 8 into 6 plus 12 into 6. സോ ഇത് സോൾവ് ചെയ്ത് വരുമ്പം എ പ്ലസ് ബി പ്ലസ് സി ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 16/3 ഡേയ്സ് ആയിട്ട് ആൻസർ വരും. 16/3 ഡേയ്സ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതല്ല. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഓൾറെഡി നമ്മുടെ കൺസെപ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, എ പ്ലസ് ബി ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന ആ ഒരു സമയം എക്സ് ആണെങ്കിൽ അവരുടെ വർക്ക് എഫിഷ്യൻസി, അതായത് അവർ ഒരുമിച്ച് ഒരു ദിവസം എത്ര വർക്ക് യൂണിറ്റ് ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ അതാണ് വർക്ക് എഫിഷ്യൻസി. വർക്ക് എഫിഷ്യൻസി എന്ന് പറയുന്നത് ടൈമുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. 1/x ആയിരിക്കും അവരുടെ വർക്ക് എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ ഇവിടെ ഇപ്പോൾ നമ്മൾ ആദ്യം എ പ്ലസ് ബി പ്ലസ് സി എടുക്കുന്ന സമയവും എ പ്ലസ് സി എടുക്കുന്ന സമയം, കാരണം ഇവിടെ ബി എലോൺ എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബി എലോണിൻ്റെ ആ ഒരു വാല്യൂ കിട്ടണമെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി എടുക്കുന്ന സമയവും എ പ്ലസ് സി എടുക്കുന്ന സമയവും കൂടെയുള്ള ആ ഒരു റേഷ്യോ ആദ്യം കണ്ടുപിടിക്കുക. സോ അതെന്ന് പറയുന്നത് 16/3 ഡിവൈഡഡ് ബൈ 8 ആണ്. അതായത് 2/3 ആണ് അവരുടെ സമയത്തിൻ്റെ റേഷ്യോ. അവരുടെ വർക്ക് എഫിഷ്യൻസി, അതായത് വർക്ക് എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ന് പറയുന്നത്, വർക്ക് എഫിഷ്യൻസി റേഷ്യോ നേരെ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. സോ അപ്പോൾ 3:2 ആയിരിക്കും എ പ്ലസ് ബി പ്ലസ് സി ബൈ എ പ്ലസ് സിയുടെ വർക്ക് എഫിഷ്യൻസി റേഷ്യോ. വർക്ക് എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആയിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം എ പ്ലസ് ബി പ്ലസ് സി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 3 യൂണിറ്റായിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ എ പ്ലസ് സി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 2 യൂണിറ്റായിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഒരു ദിവസം 3 യൂണിറ്റ് വർക്ക് ചെയ്യുകയും എ പ്ലസ് സി ഒരു ദിവസം 2 യൂണിറ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന എ പ്ലസ് ബി പ്ലസ് സി മൈനസ് എ പ്ലസ് സി ചെയ്യുവാണെങ്കിൽ ബി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എത്ര യൂണിറ്റാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് ബി ഒരു ദിവസം ചെയ്യുന്ന വർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് 3 - 2 = 1 യൂണിറ്റാണ്. 1 യൂണിറ്റ് ഓഫ് വർക്കാണ് ബി ഒരു ദിവസം ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് കണ്ടുപിടിക്കാനാണ് ഇവിടെ ബി എലോൺ എന്ന് ചോദിച്ചുകൊണ്ട് എ പ്ലസ് ബി പ്ലസ് സി ബൈ എ പ്ലസ് സി എന്ന് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സി എലോൺ ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിന് പകരം എ പ്ലസ് ബി പ്ലസ് സി ബൈ എ പ്ലസ് ബി എന്നായിരുന്നെങ്കിൽ നമ്മൾ ഈ ഒരു സൊല്യൂഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റേഷ്യോ. ഒരു ദിവസം ഒരു യൂണിറ്റ് വർക്ക് ചെയ്യുന്ന ബി എത്ര ദിവസം കൊണ്ടാണ് മൊത്തത്തിലുള്ളൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്തെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ എ പ്ലസ് സി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 2 യൂണിറ്റാണ്. അങ്ങനെ 2 യൂണിറ്റ് വർക്ക് ചെയ്യുന്ന എ പ്ലസ് സി മൊത്തമായിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത ദിവസം എന്ന് പറയുന്നത് 8 ദിവസമാണ്. അതായത് 2 × 8 അതായത് 16 യൂണിറ്റാണ് ആ ഒരു മൊത്തം വർക്ക് എന്ന് പറയുന്നത്. 16 യൂണിറ്റാണ് മൊത്തം വർക്കെങ്കിൽ ഒരു യൂണിറ്റ് വെച്ച് വർക്ക് ചെയ്യുന്ന ബീൻ എത്ര ദിവസം എടുക്കും ചോദിക്കുവാണെങ്കിൽ അതിന് ഉത്തരം എന്ന് പറയുന്നത് 16/1, അതായത് 16 ദിവസമാണ് ബി ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുമ്പം എടുക്കുന്ന ടോട്ടൽ ടൈം. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. അത് കുറച്ചും കൂടി സിമ്പിളാണ്. 6 men and 7 women can finish a job in 12 days while 2 men and 5 women can finish the same job in 20 days. In how many days can 10 men finish it? 2024 ചോദിച്ചൊരു ചോദ്യമാണ്. സോ 6 മെന്നും 7 വുമനും കൂടെ ഒരുമിച്ച് 12 ദിവസം വർക്ക് ചെയ്യുമ്പോഴേക്കിന് ചെയ്യാൻ പറ്റുന്ന അതേ വർക്ക് 2 മെന്നും 5 വുമനും കൂടെ 20 ദിവസം വർക്ക് ചെയ്യുമ്പോഴാണ് അവർക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. സോ നമുക്കിവിടെ ഒരു മാനിൻ്റെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് യൂണിറ്റായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഒരു വുമൻ്റെ ഒരു ദിവസത്തെ വർക്ക് യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വർക്ക് എഫിഷ്യൻസി എന്ന് പറയുന്നത് യൂണിറ്റായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 6 മെന്നും 7 വുമനും 12 ദിവസം കൊണ്ടാണ് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ വരുമ്പം 6m + 7w × 12. ഇതേ വർക്ക് തന്നെ 2 മെന്നും 2m + 5w 5 വുമൻ അവർ 20 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇത് സോൾവ് ചെയ്ത് വരുമ്പോഴേക്കിന് m/w റേഷ്യോ കിട്ടും. m/w എന്ന് പറയുന്ന അവരുടെ വർക്ക് എഫിഷ്യൻസിയുടെ റേഷ്യോ കിട്ടും. സോ m/w m/wൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/2 ആയിട്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ സാധിക്കും. സോ നമുക്ക് ഓൾറെഡി പറഞ്ഞു വർക്ക് എഫിഷ്യൻസിയുടെ റേഷ്യോ കിട്ടുവാണെങ്കിൽ
ഒരു ദിവസം എം ചെയ്യുന്ന വർക്ക് 1 യൂണിറ്റായിട്ട് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ദിവസം ഒരു വുമൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 2 യൂണിറ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് 6 മെന്നും 7 വുമനും 12 ദിവസം വർക്ക് ചെയ്തപ്പോൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ഒരു ദിവസം ഒരു മനുഷ്യൻ 1 യൂണിറ്റ് വർക്ക് ചെയ്യുവാണെങ്കിൽ 6 മനുഷ്യൻ ഒരു ദിവസം വർക്ക് ചെയ്യുമ്പം 6 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒരു വുമൻ ഒരു ദിവസം 2 യൂണിറ്റ് വർക്ക് ചെയ്യുവാണെങ്കിൽ 7 വുമൻ ഒരു ദിവസം 14 യൂണിറ്റ് വർക്ക് ചെയ്യും. സോ ഇവരുടെ മൊത്തത്തിലുള്ള ഒരു വർക്ക് 12 ദിവസം ഇതുപോലെ അവർ വർക്ക് ചെയ്യുമ്പോഴാണ് ടോട്ടൽ വർക്ക് അവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതായത് ടോട്ടൽ വർക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 12 × 20 240 യൂണിറ്റ്സ് ആണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 240 യൂണിറ്റ് ആണ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ഡേയ്സ് ക്യാൻ 10 men ഫിനിഷ് ഇറ്റ് എന്നാണ്. 10 men എത്ര ദിവസം കൊണ്ടാണ് ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു മെൻ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 1 യൂണിറ്റ് ആണ്. അപ്പോൾ 10 men ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 10 യൂണിറ്റ് ആയിരിക്കും. ഒരു ദിവസം 10 men 10 യൂണിറ്റ് വർക്ക് വെച്ച് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, അതായത് 240 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 240/10 അതായത് 24 days ആണ് എടുക്കുന്നത്. 24 ആണ് ഇതിൻ്റെ ഉത്തരം. ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുവാണെങ്കിൽ, നാലാമത്തെ ചോദ്യം നോക്കി. എ കംപ്ലീറ്റഡ് ദ സ്കൂൾ പ്രോജക്റ്റ് ഇൻ 20 days. ഹൗ മെനി ഡേയ്സ് ബി ടേക്സ് ടു കംപ്ലീറ്റ് ദ സെയിം വർക്ക് ഇഫ് ഈസ് 25% മോർ എഫിഷ്യൻറ്റ് ദാൻ എ. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് എ 20 ദിവസം കൊണ്ടാണ് എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. അപ്പം ബി എത്ര ദിവസം കൊണ്ടാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കീ പോയിൻ്റ് എന്ന് പറയുന്നത് ബി എക്കാളും 25% മോർ എഫിഷ്യൻ്റ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ എപ്പോഴും പെർസെൻറ്റേജ് വരുവാണെങ്കിൽ നമുക്ക് എപ്പോഴും അത് ഈസി ആയിട്ട് സോൾവ് ചെയ്യുകയാണെങ്കിൽ അത് റേഷ്യോയിലേക്ക് കിടക്കണം. 25% എന്ന് പറയുന്നത് 1/4 ആണ്. സോ ഇവിടെ ബി എക്കാളും 25% മോർ എഫിഷ്യൻ്റ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഇവിടെ എയുടെ വർക്ക് യൂണിറ്റ്, അതായത് എ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 4 യൂണിറ്റായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, എ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 4 യൂണിറ്റായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ബി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ഈ 4 + 1 5 യൂണിറ്റ്സ് ആയിരിക്കും. ബി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 5 യൂണിറ്റ്സ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. കാര്യം 25% മോർ എഫിഷ്യൻ്റ് ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് എ 20 ദിവസം കൊണ്ടാണ് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം ടോട്ടൽ വർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എ ഒരു ദിവസം 4 യൂണിറ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ 4 × 20 ആണ് ടോട്ടൽ വർക്ക്. അതേ വർക്ക് ബി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 5 യൂണിറ്റ് ആണെങ്കിൽ ബി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന നോക്കുവാണെങ്കിൽ ബി 16 ദിവസം കൊണ്ടാണ് സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് 2025 ചോദിച്ചൊരു ചോദ്യമാണ്. 5 men complete a work in 3 days and 3 boys can complete the same work in 5 days. Find the time taken to complete the work by 4 men and 2 boys. സോ ഇവിടെ നമുക്ക് നേരത്തെ ഉപയോഗിച്ച അതേ രീതിയാണ് ഉപയോഗിക്കേണ്ടത്. ഒരു മാൻ്റെ ഒരു ദിവസത്തെ വർക്ക് എഫിഷ്യൻസി, അതായത് ഒരു ദിവസം ഒരു മാൻ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എം യൂണിറ്റായിട്ട് കൺസിഡർ ചെയ്യുക. ഒരു ദിവസം ഒരു ബോയ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ബി യൂണിറ്റായിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെ വരുമ്പം 5 men. അങ്ങനെ വരും 5 men can complete a work in 3 days and same work can be completed by 3 boys in 5 days എന്നാണ് കൊടുത്തിരിക്കുന്നത്. 5 × m × 3 അതേ വർക്ക് ഈക്വൽ ടു 3 × b × 5. സോ ഇങ്ങനെ വരുമ്പം m/bയുടെ റേഷ്യോ എന്ന് പറയുന്നത്, അതായത് മെന്നിൻ്റെയും ബോയിൻ്റെയും വർക്ക് എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുന്നത് 1:1, അതായത് 1 എന്ന് വരും. അതായത് ഒരു ദിവസം ഒരു മാൻ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 1 യൂണിറ്റാണ്. അതുപോലെ തന്നെ ഒരു ദിവസം ഒരു ബോയ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 1 യൂണിറ്റാണ്. 5 men 3 ദിവസം വർക്ക് ചെയ്യുമ്പോഴാണ് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം 5m × 3, എമ്മിൻ്റെ യൂണിറ്റ് എമ്മിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് 5m × 3 എന്ന് പറയുന്നത് 15 യൂണിറ്റ്സ്. അതാണ് ടോട്ടൽ വർക്ക്. 15 യൂണിറ്റ്സ് അതാണ് ടോട്ടൽ വർക്ക്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദ വർക്ക് ബൈ 4 men and 2 boys എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 15 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 4 men എന്ന് പറയുമ്പോഴേക്കിന് 4 × 1 4 + 2 boys എന്ന് പറയുമ്പോൾ 2 × 1 2. അതായത് ഒരു ദിവസം 4 മെന്നും 2 ബോയും കൂടെ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 6 യൂണിറ്റാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു 15 യൂണിറ്റ് വർക്ക് അവർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 15/6, അതായത് 2.5 days ആണ് അവർ മൊത്തത്തിൽ എടുക്കുന്നത്. സോ ഇതിന് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്.
സോ ഈ 2021 ചോദിച്ചൊരു ചോദ്യമാണ് അടുത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള സെയിം മെത്തേഡ് തന്നെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു ഹോംവർക്ക് പ്രോബ്ലമായിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ അത് നിങ്ങളൊരു ഹോംവർക്കായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ സോൾവ് ചെയ്യുക. സോ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റായിട്ട് കമൻറ്റ് ചെയ്യുക. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ തവണയും ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഒരു ചോദ്യം ഈ പറയുന്ന വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. മെയിൻസിനും ഈ ഒരു ടോപ്പിക്ക് വരുന്നതാണ്. പക്ഷേ മെയിൻസ് വരുമ്പോൾ കുറച്ചും കൂടെ കൂടിയ പ്രോബ്ലംസ് ആണ് വരുന്നത്. അത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് പിന്നീട് നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ പ്രിലിംസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പ്രിലിംസിന് മാത്രം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.